ഹലോ ഗൈസ്, റവ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ, നെയ്യ്, പാല്, തൈര് എല്ലാം 1/4 കപ്പാണ്. എമ്മാതിരി ചൂടാണല്ലേ. അതിന്റെ ഇടയ്ക്ക് ചേച്ചി എനിക്ക് സർബത്തൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. ഇനി 1/2 കപ്പ് പഞ്ചസാര എല്ലാം കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാവും കേട്ടോ. ഈ പരുവത്തിലായാൽ പിന്നെ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. അതായത് നമ്മുടെ റവ അപ്പൊ അതെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലാക്കിയിട്ട് 2-3 ഏലക്ക കൂടെ കൂട്ടിയിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി കാര്യം സിമ്പിൾ ആണോ, ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ബട്ടർ പേപ്പർ വെച്ചൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആർഭാടത്തിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് ബദാം കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയേ, ചൂട് കാരണം ഞാൻ ആകെ വിയർത്തൊലിക്കുന്നുണ്ട് കേട്ടോ. 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ആണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 30 മിനിറ്റിന് ശേഷം ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് ഇതാ ഇങ്ങനൊരു തട്ട് മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. വേറൊരു കാര്യമുണ്ട്, റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല കേട്ടോ. കാരണം പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയി. അതിലേറെ വേറെ എന്ത് വേണമല്ലേ. ഇനി ടേസ്റ്റിന്റെ കാര്യമാണെങ്കിൽ അടിപൊളിയാണ്. ആ നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങ് കേറി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ടാറ്റാ.